ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കണം. കുട്ടികളുടെ ഉള്ള സദസ്സായതുകൊണ്ട് ഞാനതിനൊരു കോമൺ ലെവലിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉള്ളപ്പോൾ വിലയറിയാത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അത് ഒന്ന് അവൻ്റെ ആരോഗ്യമാണ്, രണ്ട് അവന് നൽകപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഇത് രണ്ടും ഉള്ളപ്പോൾ വിലയറിയില്ല. നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് വിലപിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്. മൂന്നാമതൊന്നുണ്ട്, അതും കാര്യപ്പെട്ടൊരു അനുഗ്രഹമാണ് കേട്ടോ. അതെന്താണ്? ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കൂട്ടത്തിൽ കിട്ടാൻ സാധ്യതയുള്ളതും ഒരു പക്ഷേ മറ്റതൊന്നും ഇല്ലെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളതുമായ ഒന്നാണ് സമ്പത്ത്, പണം. ഇത് മൂന്നും ഒരാൾക്ക് ഒരുപോലെ ഉണ്ടെങ്കിലോ ഇയാളുടെ അത്ര അനുഗ്രഹം ചെയ്ത മനുഷ്യൻ വേറെയുണ്ടോ? നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, കൈ നിറയെ കാശുണ്ട്. ഇയാളത്ര അനുഗ്രഹമുള്ള മനുഷ്യൻ വേറെയുണ്ടോ? അല്ലേ? എത്ര അനുഗ്രഹമായിരിക്കും. പക്ഷേ ഇത് മൂന്നും സാധാരണഗതിയിൽ ഒരുമിച്ച് കിട്ടാറില്ല. ഒരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകും, ഇഷ്ടം പോലെ സമയം ഉണ്ടാവും, കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. പുറത്തിറങ്ങുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണം, അല്ലേ, പെപ്സി കുടിക്കണം, മന്തി കഴിക്കണം, ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും. കുട്ടിക്ക് കയ്യിൽ കാശ് ഉണ്ടാവില്ല, പക്ഷേ സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. കഴിച്ചാലോട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്ന പ്രശ്നമൊന്നും പെട്ടെന്ന് കുട്ടിക്ക് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കാലഘട്ടം കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കൈ നിറയെ കാശൊക്കെ ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, ഒന്നിന് സമയം ഉണ്ടാവില്ല. കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ കാണാൻ പോലും സമയം ഉണ്ടാവില്ല, അത്ര തിരക്കാണ്. അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കൈ നിറയെ കാശും ഉണ്ടാവും, ഇഷ്ടം പോലെ സമയം ഉണ്ടാവും, എന്തുണ്ടാവില്ല? ആരോഗ്യം ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ടതിലൊക്കെ ഇടപെടാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഒരേ സമയം കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അഥവാ കിട്ടിയിട്ടുണ്ടോ വലിയ ഗൗരവത്തോടെ വിഷയത്തെ നമ്മൾ കാണേണ്ടി വരും. നമുക്കറിയോ, ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടി നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല. ഇവരുടെ പേര് വസീം ഷാജ് എന്നാണ്. ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഉദ്ഘാടക പ്രാസംഗികൻ ആയിരുന്ന ബഹുമാനപ്പെട്ട സുശാന്ത് സർ, സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു ഈ കുട്ടി അറിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു പഴയ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എന്ന സ്ഥലത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ സബ് ഇൻസ്പെക്ടറായിരുന്നു. ഷാജഹാൻ എന്നാണ് പേര്. ഈ പയ്യനെ കണ്ടോ? 2009 +2 ജനുവരി മാസം +2 പഠിക്കുന്ന കുട്ടിയാണ്. 2009 ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടതാണ്. ഈ കുട്ടിയെപ്പറ്റി മലയാള മനോരമയിൽ ഒരു ലേഖനം വന്നു. ഈ കുട്ടിയെപ്പറ്റിയല്ല യഥാർത്ഥത്തിൽ, അവൻ്റെ പിതാവിനെ പറ്റിയിട്ടാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുന്നേ ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണണം. കണ്ടോ? അവനെ പിടിച്ച് ഇരുത്തണം, താങ്ങിയെടുക്കണം. 2 കൈയും 2 കാലും തളർന്ന് കിടക്കുകയാണ്. ഈ കുട്ടിയെ അവൻ്റെ പിതാവിൻ്റെ അധികാരപരിധിയിൽ, അന്ന് ലൈസൻസ് കിട്ടേണ്ട പ്രായമല്ലായിരുന്നു, 17 വയസ്സേ പ്രായമായിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ ബൈക്ക് എടുത്തിട്ട് ചെറിയ വഴികളൊക്കെ ഓടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പിതാവ് പലപ്പോഴും എതിർക്കും. പക്ഷേ എൻ്റെ പിതാവിൻ്റെ അധികാരപരിധിയിൽ എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അവിടെ. പക്ഷേ എന്താ പറയുക, ദൗർഭാഗ്യവശാൽ ഒരു പോക്കറ്റ് റോഡ് കട്ട് ചെയ്ത ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഒരു പട്ടി വട്ടം ചാടി ബൈക്ക് മറിഞ്ഞു, കഴുത്ത് കുത്തിയാണ് വീണത്. നമ്മുടെ ശരീരത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി എടുത്തു പറയാൻ പറ്റുന്ന 2 ദുർബലതകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ശാരീരിക സൃഷ്ടിപ്പിൽ തന്നെയുള്ള 2 വീക്ക് പോയിൻറ്റുകൾ, 2 വീക്ക്നെസ്സുകളുണ്ട്. ഒന്ന് തൊണ്ടയാണ്, മറ്റൊന്ന് നട്ടലാണ്. തൊണ്ട ചിന്തിച്ചു നോക്കുക. വിഴുങ്ങുന്ന സമയത്ത് വായു നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ വായു ഈ നാസികയിലൂടെ കടന്ന് അത് തൊണ്ടയിലൂടെ വന്ന് പിന്നെ ശ്വാസകോശത്തിലേക്ക് പോവുകയാണ്. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുമ്പോൾ ഈ ഭക്ഷണവും ഇതുപോലെ തന്നെ തൊണ്ടയിൽ കോമൺ ആയിട്ടുള്ളൊരു പോയിന്റിൽ വന്ന് അവിടെ നിന്ന് നേരെ അന്നനാളത്തിലൂടെ ഇറങ്ങി പോവാണ്. ഇത് തിരിച്ച് സംഭവിച്ചാലോ? അന്നനാളത്തിലൂടെ വായു ഇറങ്ങിപ്പോയാൽ കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തോട്ട് പോയിക്കോളും, കുഴപ്പമില്ല. പക്ഷേ ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം ഇറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? അതോടുകൂട്ടിയിട്ട് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. ഒരു മൂർഖൻ പാമ്പ് കടിച്ചാൽ പോലും ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലൈസ് ചെയ്താൽ രക്ഷിക്കാൻ പറ്റുന്ന ആൻറ്റിവെനം ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ 1 മണിക്കൂർ ഹോസ്പിറ്റലൈസ് ചെയ്താൽ മതി. 1 മണിക്കൂർ വരെ ഗോൾഡൻ അവർ എന്നാണ് പറയാം. പക്ഷേ തൊണ്ടയിലേക്ക് ഭക്ഷണം കുടുങ്ങിപ്പോയിട്ട് ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്ന ഒരവസ്ഥ വന്നാൽ എത്ര നേരം ജീവിച്ചിരിക്കാൻ പറ്റും? അപ്പോൾ വിഴുങ്ങുന്ന സമയത്ത് ഭക്ഷണം തൊണ്ടയിലൂടെ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ മസിൽ പീസിനെ കൊണ്ട് ആ റെസ്പിറേറ്ററി റൂട്ട്, ശ്വസന വ്യൂഹത്തെ തടഞ്ഞു വെക്കുകയാണ്. ബോഡിയിലുള്ളൊരു പ്രത്യേകതയാണ്.
അതുകൊണ്ട് വിഴുങ്ങുമ്പോൾ നമുക്ക് ശ്വസിക്കാനാവില്ല. അല്പം ഉമിനീരിറക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. വിഴുങ്ങുന്ന സമയത്ത് ശ്വസിക്കാനാവില്ല, ആ റൂട്ട് അടഞ്ഞു പോവാണ്. ബൈ ചാൻസ് അതെങ്ങാനും പാർഷ്യലി മാത്രം അടയുകയോ അടയപ്പെടാതിരിക്കുകയോ ചെയ്താൽ ഭക്ഷണം റൂട്ട് മാറുന്നു, ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ അവസാനിക്കാൻ ഇതിനും മാത്രം വേറെ പ്രശ്നമൊന്നും വേണ്ട. ചോക്കിംഗ് എന്നൊരു കണ്ടീഷനാണ്, അതൊരു എമർജൻസി ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു വിഷയമാണ്. 2, ഒരു മനുഷ്യൻ്റെ നട്ടലിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സുഷുമ്നാ നാഡി, ബ്രെയിനിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് അത്രത്തോളം ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെ അതിനെ കട്ടിയുള്ള എല്ലിൻ്റെ ഉള്ളിലാണ്, നട്ടലിൻ്റെ ഉള്ളിലൂടെ ഒരു കനാലിലൂടെയാണ് അത് പാസ് ചെയ്യിക്കുന്നത്. ബ്രെയിനിൽ നിന്നുമുള്ള മെസ്സേജസ് ബോഡിയുടെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഈ സുഷുമ്നാ നാഡിയിലൂടെയാണ്. നട്ടലിന് പരിക്കേറ്റിട്ട് സുഷുമ്നാ നാഡിക്ക് എവിടെയെങ്കിലും ഒരു പോറലേറ്റാൽ ആ ഭാഗത്തിന് താഴേക്കുള്ള ഭാഗം പെർമനൻ്റ്ലി തളർന്നു പോകും. പിന്നെ അയാളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുന്നൊരു ടെക്നോളജി നാളിതുവരെ കണ്ടെത്തിയിട്ടില്ല. തളർന്നു പോയൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുന്ന, അതായത് നട്ടെല്ലിലെ പരിക്കുകൾ കൊണ്ട് തളർന്നു പോയ ഒരാളെ പഴയ അവസ്ഥയിൽ എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുന്ന, നശിച്ചുപോയ നാഡീകോശങ്ങളെ ജീവിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ടെക്നോളജി ഇന്ന് മെഡിക്കൽ സയൻസിലില്ല. മനുഷ്യൻ്റെ 2 ദുർബലതകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കിടന്നുപോയ ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ പിതാവിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹം കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ, എറണാകുളം മെഡിക്കൽ കോളേജ് കോട്ടയം റൂട്ടിൽ പോകുമ്പോൾ, മെഡിക്കൽ കോളേജ് എത്തുന്നതിനൊക്കെ കിലോമീറ്ററുകൾക്ക് മുന്നേ ഉള്ള ഒരു സ്റ്റോപ്പാണ് കടുത്തുരുത്തി. തൊട്ടപ്പുറത്തുള്ള സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും ട്രാഫിക് ജംഗ്ഷനിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ആളുകളെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് എല്ലാവർക്കും ഓരോ മിഠായി കൊടുക്കുമായിരുന്നു. അതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. മിഠായി കൊടുക്കും, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവർക്ക് മിഠായി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഉപദേശിക്കും, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുത്, അല്ലെങ്കിൽ നിനക്കൊക്കെ എൻ്റെ മകൻ്റെ അവസ്ഥയുണ്ടാവും. ഇത് പറയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം തുളുമ്പുമായിരുന്നു. അദ്ദേഹത്തോടുള്ള സഹതാപം കൊണ്ട് ധാരാളം ആളുകൾ ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി, നന്നാവാൻ തീരുമാനിച്ചു. ഞാൻ ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. കിടക്കുകയാണ്, അങ്ങനെ കിടക്കുക, ചരിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 2009 ജാനുവരിയിലാണ് വാർത്ത കാണുന്നത്. പിറ്റേ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ടു. നേരെ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ സിസ്റ്ററോട് ചോദിച്ചു, എവിടെ സിസ്റ്ററെ വസീം ഷാജ് എവിടെയാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരെ ഒരു കാണിച്ചെന്നുകൊണ്ട് ചെല്ലുമ്പോൾ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ബെഡിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ്. 2 തലയണ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ആ തലയണയുടെ ഫ്രണ്ടിൽ ഒരു പുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവർ ഫാമിലിയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് പോയത്. അവൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചോക്ലേറ്റ്സ് വെച്ചിട്ട് അവനെ ഒന്ന് ഇങ്ങനെ ബലത്തിലൊന്ന് പിടിച്ചു. പക്ഷെ അവൻ്റെ നോട്ടം വന്നിട്ടുണ്ട് അടുത്ത ആൾ എന്നൊരു മട്ടിലായിരുന്നു. അടുത്ത ആൾ വന്നിട്ടുണ്ട് കാണാൻ. ആളുകൾ ഇങ്ങനെ വരിക, കൂട്ടുകാർ വന്ന് കരയാണ്. വസീം ഷാജ് ഇല്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ചെറുപ്പക്കാരായ കുട്ടികളോടാണ്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, കോളേജിൽ പഠിക്കുന്നവരുണ്ട്, നിങ്ങളോടാ. അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അവനില്ലാത്തൊരു പരിപാടിയില്ല കോളേജിൽ. വസീം ഷാജുണ്ടോ എല്ലാവരും ആക്റ്റീവാണ്. കൂട്ടുകാർ ചുറ്റും വന്നിരുന്ന് കരയാണ്. നാളെ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ ശരിയാകുമെന്നൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയല്ലേ. ആരും മിണ്ടുന്നില്ല. അവനങ്ങനെ ഇങ്ങനെ നോക്കി ആണ് ഇരിക്കുകയാണ്, കിടക്കുകയാണ്. ഞാനിപ്പുറത്ത് കട്ടിലിരുന്നു. ഒരു മൂകത. ഈ മൂകതയ്ക്കൊരു ശമനം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചോദിച്ചു, എന്താ ഈ മോനെന്താ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ അടുത്ത് നിൽപ്പുണ്ട്. അവർ പറഞ്ഞു, ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ വരികയാണല്ലോ, എൻ്റെ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നും പ്രത്യേക അനുമതി കിട്ടിയിട്ടുണ്ട്. ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതി, എഴുതാനുള്ള ആളെ വിട്ടു തരും. അതിന് വേണ്ടിയിട്ട് അവൻ പഠിക്കുകയാണ് എന്ന് പറയാം. ഞാനത് കാണുകയാണ് നേരിട്ട്. അവസ്ഥ ആലോചിച്ച് നോക്കുക.